ഇനി പ്രതീക്ഷ പറയണോ? ഒരു മണിക്കൂർ കാത്തിരുന്നാ പോരെ. ഇനി നമ്മൾ പ്രതീക്ഷ പറയുന്നതിന് കാര്യമില്ല. ഞാൻ പറയാനുള്ളതൊക്കെ ഇന്നലെ രാത്രി വരെ പറഞ്ഞു. ഇനി ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യാം നമുക്ക് എല്ലാവർക്കും. രാത്രി കിടന്നുറങ്ങിയ ശേഷം ഒന്നും സംഭവിച്ചിട്ടില്ല. അത് പല കാര്യങ്ങളും പറയുന്നുണ്ടല്ലോ, മാറി മാറി പറയുന്നു. BJP സ്ഥാനാർത്ഥി അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചില്ല. എന്തേ? UDF വോട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാലോ, ഇതിനകത്ത് കാണുമല്ലോ. എന്തായാലും അത് എന്തായാലും നമുക്ക് UDF വിജയം എന്നുള്ളത് ഇവരുടെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്ന് ബോധ്യമാവുന്നുണ്ട്, എല്ലാവരുടെ സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്ന്. ഇനിയിപ്പോൾ അതിനൊന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്കൊരു മണിക്കൂറല്ലോ കാത്തിരിക്കേണ്ടത്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞ പോലെ ഒരു 10,000-ലേക്കൊക്കെ. അല്ല, ഞാൻ ആദ്യം പറഞ്ഞിട്ട് ഞാൻ ഈ കണക്കിൽ വളരെ മോശമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ കണക്കനുസരിച്ച് ഞാൻ പറയാനുള്ളതൊക്കെ ഇന്നലെ പറഞ്ഞു. എല്ലാ പഞ്ചായത്തുകളും ഭൂരിപക്ഷം കിട്ടാനാണ് സാധ്യത നമുക്ക് കിട്ടിയൊരു കണക്കനുസരിച്ച്. എന്തായാലും ഒരു മണിക്കൂർ കഴിഞ്ഞ് നഗരസഭ അടക്കം 7 പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയാണ്. ഏതായാലും ഇനി നോക്കാം. കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു ക്രോസ് വോട്ട് നടന്നത്. ഞാൻ അദ്ദേഹം പറഞ്ഞതിന് ഏതെങ്കിലും മറുപടി പറഞ്ഞു.